ഋഗ്വേദത്തിലെ സ്മൃതികൾ അനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദേവതകൾ അഗ്നിദേവനായ അഗ്നി ദേവന്മാർക്കും മനുഷ്യർക്കും ഇടയിലുള്ള ഇടനിലക്കാരനായിരുന്നു. ഇന്ദ്രൻ സ്വർഗത്തിന്റെയും യുദ്ധത്തിന്റെയും ദേവനാണ്. കൂടാതെ ആര്യന്മാരുടെ ശത്രുക്കൾക്കെതിരായ സംരക്ഷകനുമാണ്. സൂര്യൻ എന്ന സൂര്യദേവൻ, വായു എന്ന കാറ്റിന്റെ ദേവൻ, ഭൂമിയുടെ ദേവതയായ പൃഥ്വിയും പ്രധാന ദേവതകളാവുന്നു. വൈദിക പാരമ്പര്യത്തിലെ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ബ്രഹ്മാവ്. വേദങ്ങളിൽ അദ്ദേഹത്തെ പ്രജാപതി എന്നും ഹിരണ്യഗർഭൻ എന്നും പ്രതിപാദിക്കുന്നു. പുരാണ പാരമ്പര്യമനുസരിച്ച് അദ്ദേഹം ത്രിമൂർത്തികളുടെ അല്ലെങ്കിൽ തൃത്വത്തിന്റെ ഭാഗമാണ്. എന്നാൽ പോലും ഇക്കാലഘട്ടത്തിൽ ബ്രഹ്മാവിനെയും അദ്ദേഹത്തിന്റെ ആരാധനയെയും അവഗണിക്കുന്നു. ത്രിമൂർത്തികളിലെ മറ്റു 2 ദൈവങ്ങൾക്ക് മാത്രമാണ് ഇപ്പോഴും കൂടുതൽ പ്രാധാന്യം നൽകപ്പെടുന്നത്. ബ്രഹ്മാവ് ശപിക്കപ്പെട്ടതായി പുരാണ കഥകളുണ്ട്. അതിനാലാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആരാധന നിഷിദ്ധമാക്കിയത്. യജുർവേദം ശതപഥ ബ്രാഹ്മണം 6.1.3.1 ബ്രഹ്മാവിനെ പരമാത്മാവായി പ്രഖ്യാപിക്കുന്നു. മുഖ്യമായും 2 ശാപങ്ങൾ നിമിത്തമാണ് ബ്രഹ്മാവിനെ ആരാധിക്കുന്നതിൽ നിന്നും ഭക്തരെ പിന്തിരിപ്പിച്ചത്. എങ്കിൽ പോലും ബ്രഹ്മാവിനെ ത്രിമൂർത്തികളിലെ മറ്റ് 2 ദൈവങ്ങളെക്കാൾ ഒട്ടും അപ്രസക്തനാക്കുന്നില്ല. അദ്ദേഹം ഇപ്പോഴും സൃഷ്ടിപ്രക്രിയകളുടെ ദൈവമായി തുടരുന്നു. തൃത്വത്തിലെ 3 ദൈവങ്ങൾക്കും തത്തുല്യമായ പ്രാധാന്യമുണ്ട്. 4 ശാപങ്ങളുടെ അനന്തരഫലമായിട്ടാണെങ്കിൽ പോലും പ്രധാനമായും പരമശിവന്റെയും ഭൃഗുമുനിയുടെയും ശാപങ്ങളാണ് ബ്രഹ്മാവിന്റെ അപ്രസക്തിക്ക് മുഖ്യ കാരണമായത്.